സ്വാഗതം. അപ്പൊ കാണുമ്പോ തന്നെ ഇതെന്താ ഇങ്ങനെ ഒരു കോലത്തിൽ എന്ന് വിചാരിക്കുന്നുണ്ടാവോ? ഒന്നുമില്ല, വീട്ടിൽ നിന്നിട്ട ഡ്രസ്സിന്റെ മേലെ ഞാൻ ജസ്റ്റ് ഒന്ന് സാരി വെച്ചതാണ്. ഇന്ന് 11/11/2024 എന്റെ ഏട്ടന്റെ 6ാം വിവാഹ വാർഷികമാണ് കേട്ടോ. 6 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വെറുതെ മേലേക്ക് വന്നിട്ട് ഒന്ന് വെഡിങ് സാരി വെറുതെ എടുത്ത് നോക്കിയതാണ്. അപ്പൊ എനിക്ക് എന്തോ ഒരു ഉടുക്കാൻ കൊതിയായി. പക്ഷെ ബ്ലൗസ് കയറ്റാൻ നോക്കുമ്പോ കേറുന്നില്ല, പുറത്ത് ഇത്രയും ഗ്യാപ്പാണ്. കുറച്ചെന്തായാലും നമുക്കൊന്ന് മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ബ്ലൗസ് കേറുന്നേ ഇല്ല. അപ്പൊ ഉടുക്കാൻ നിവർത്തിയില്ല, വേറെ ബ്ലൗസ് ഒന്നും ഇല്ല മാച്ചിങ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വെഡിങ് സാരി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും അല്ലെ, നമ്മൾ ആ ദിവസം ഒരുങ്ങിയതും പിടിച്ചതും എല്ലാം. അപ്പൊ ഇതാണ് എന്റെ വെഡിങ് സാരി കേട്ടാ. ഇങ്ങനത്തെ ഒരു കളറിലാണ് ഉണ്ടായിരുന്നേ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ വെഡിങ് സാരി. അപ്പൊ ഇത് വെറുതെ ഒന്നിങ്ങനെ വെച്ച് നോക്കിയതാണ്, ഇതൊന്ന് മാറ്റട്ടെ. അപ്പൊ ഇതാ സാരി തിരിച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് അടിക്കുന്ന കളറാണ് കേട്ടോ. ഇത് ചോപ്പോ ആണെന്ന് വെച്ചാൽ ചോപ്പാണ്, മെറൂൺ ആണെന്ന് വെച്ചാൽ മെറൂൺ ആണ്. അങ്ങനെ ഒരു ഓരോ ഓറഞ്ച് ഷെയ്ഡും അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ കാര്യമായിട്ട് സെലിബ്രേഷനോ ഒന്നുമില്ല. നിച്ചൂട്ടി രാവിലെ തന്നെ അംഗൻവാടി പോയിട്ടുണ്ട്. രാവിലെ എണീച്ച പാടി ഇന്നലെ രാത്രി ഓർമ്മിപ്പിച്ചിന് എന്താണ് നാളെ ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛ അമ്മ എന്നെല്ലാം പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷം. എന്തോ നമ്മുടെ വീട്ടിൽ വലിയ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മൈൻഡാന്നുള്ളത്. പക്ഷെ അതൊന്നും കേക്ക് ഒന്നും കട്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി ഇവിടെ അച്ഛനായാലും അമ്മയായാലും ഏട്ടനായാലും കേക്കൊന്നും അങ്ങനെ അധികം കഴിക്കില്ല. നിച്ചുട്ടിക്ക് മാത്രം എന്തെങ്കിലും സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കുക എന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ്ങിലുള്ളത്. അപ്പം ഏട്ടന് സത്യം പറഞ്ഞാൽ ഇന്നും ഓർമ്മയുണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ കാര്യം അറിയാലോ, ഒരു ഡേറ്റും ഒന്നും ഓർത്ത് വെക്കാത്തയാണ്. പക്ഷെ ഇന്നലെ നിച്ചൂട്ടി അറിയാണ്ട് പറഞ്ഞു പോയി, അച്ഛൻ നാളെ അമ്മേന്റെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന്. താങ്ക് യു നിച്ചു, ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ അമ്മേന്റെ അമ്മ നിനക്ക് ചീത്ത ഇട്ടിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നിച്ചുവിനെ സ്നേഹിക്കുന്നുണ്ടായിന്. അല്ല, അതിനു മുന്നേ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഹെൽത്തിന്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ 4th month ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഹെൽത്ത് ഒക്കെ ഏകദേശം ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയെല്ലാം കൂടി ഉണ്ടെന്ന് അറിയാം. എത്ര മാസമായി എങ്ങനെയുണ്ട് എന്നുള്ള കുറേ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം 4ാം മാസം പകുതി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 20ാം തീയതി എല്ലാം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞത്. അന്ന് അത് പോകണം. സ്കാനിങ് നമ്മൾ 3rd month കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ 5th month സ്കാനിങ് എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെയെല്ലാം ഹെൽത്ത് അപ്ഡേറ്റ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മുടെ വെഡിങ് ഡേ മെമ്മറീസ് എല്ലാം ഒന്ന് ഓർത്തെടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെയുള്ള ദിവസം നമ്മളെ വെഡിങ് ഡേന്റെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അതെല്ലാം കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെയുള്ള അന്നത്തെ കുറച്ച് ഇമോഷൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അതെല്ലാം നമുക്ക് വഴിയെ പറയാം. താഴേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓർമ്മ വരുമ്പോ അതെല്ലാം പറയാട്ടോ. അപ്പൊ താഴേക്ക് വന്നിട്ടുണ്ട്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. മുടിയല്ല നല്ലുണ്ട്. അടുക്ക് മുടി മുറിക്കാനായി ഏട്ടാ. മുടി മുറിക്കുന്നില്ല, ഞാൻ പണ്ടത്തെ പോലെ ആക്കുന്നു. കോളേജ് പഠിക്കുമ്പോൾ 6 കൊല്ലായിട്ടാ. ഗിഫ്റ്റ് നിച്ചുവിന്റെ 2 ഗിഫ്റ്റ് ഒന്നും ഇല്ല ഇപ്രാവശ്യം. നിച്ചു നമ്മളെ കുമ്പേലല്ല, നിച്ചു എന്റെ കുമ്പേലുണ്ടാവുമ്പോ നമ്മളെ ഇത് എത്രാമത്തെ 3ാമത്തെയാ 2ാമത്തെ ആനിവേഴ്സറി. 5ാം മാസം നിച്ചു 5ാം മാസം വയറ്റിലുണ്ടാവും. ഇത് പിടിച്ചിട്ട് നമുക്ക് കഴിയാൻ 5ാം മാസം വയറ്റിലുണ്ടാവുമ്പോ ആണ് ഉണ്ടായ ആനിവേഴ്സറി. ഇതിപ്പോ അടുത്ത വാവ 4ാം മാസം ഉണ്ടാവുമ്പോ 6ാമത്തെ ആനിവേഴ്സറി. ഒന്നും പറയാനുണ്ടോ? 6 കൊല്ലായിട്ട് ഒന്നും പറയാനില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ പണി നടക്കട്ടെ, ഞാൻ പോവാം. ഏട്ടന് ഓർമ്മയുണ്ടായിട്ട് ആനിവേഴ്സറി എന്നുള്ള കാര്യം. ഒരു ഡേറ്റ് ഏട്ടന് ഓർമ്മയുണ്ടാവില്ല. ഇന്നലെ നിച്ചൂട്ടിയാണ് പറഞ്ഞത് അല്ലേ. അച്ഛൻ നിച്ചുവിനോട് എന്തോ പറഞ്ഞു ഇന്നലെ ആനിവേഴ്സറി, നാളെ അച്ഛന്റെ അമ്മേന്റെ ആനിവേഴ്സറി ആണെന്ന്. എന്റെ അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, എന്നിട്ട് താങ്ക് യു നിച്ചു, അല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏട്ടാ പണി എടുക്കുന്നു, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട, നമുക്ക് പോവാം. അമ്മേനെ കാണുന്നില്ലല്ലോ താഴെ വരുമ്പോഴേക്ക്. ഇല്ല, സായിമേനെ വീട്ടിൽ പോയിനാ. അമ്മേ, ഇവിടെ അപ്പുറത്ത് പറമ്പില് വാർപ്പാന്നേ, അതുകൊണ്ട് ആ സൗണ്ടിനാണെങ്കിൽ ഒന്നും കേൾക്കുന്നുമില്ല പറഞ്ഞാല്. ഇതാളെ കണ്ടുകിട്ടി, ആളെ കാണാണ്ടായ ആളെ കണ്ടുകിട്ടി.
ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എനക്ക് അച്ഛനെ അമ്മേനെയും ഗിഫ്റ്റ് രാവിലെ തന്നെ കിട്ടിയേ, കിട്ടി ബോധിച്ചു. ഇത് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്തോ അടുത്ത പണ്ടാര സൗണ്ട് കൊണ്ട്. എന്നാ അമ്മേന്റെ സ്പെഷ്യൽ ഇന്ന് മാങ്ങ ചട്നി അമ്മേന്റെ സ്പെഷ്യൽ. അതിന്റെ റെസിപ്പി കാണിച്ചേരേ. എന്നാ അമ്മേന്റെ സ്പെഷ്യൽ പച്ച മാങ്ങ ചട്നി. മാങ്ങ അരക്കുവാ? മാങ്ങയും തേങ്ങ അരക്കും. മാങ്ങയും തേങ്ങയും ഒരുമിച്ച് അരക്കും, കുറച്ച് ലൂസായിട്ട്. എന്റെ വറുത്തിടും അല്ലേ? അത് മാത്രം മതി ചോറിനാ. കുറച്ച് എരിവാക്കിക്കോ അമ്മ. എനിക്കിപ്പോ എരിവിനോടെ ഇഷ്ടമുള്ളൂ. കട്ട കറിയെല്ലാം ഉണ്ട്. ബാക്കിയാന്ന് കറി. എനിക്കിപ്പൊ കറിയൊന്നും വേണ്ടാത്തോണ്ട് ഇവിടെ ആർക്കും കറി ഉണ്ടാവുമെന്ന് ആരും കൂട്ടുന്നില്ല. എല്ലാം ബാക്കിയാ. ആർക്കും അത്രേ വേണ്ടു. എല്ലാവർക്കും ഇത് വായിക്ക് രുചിയില്ല ഇപ്പൊ. പയറാ? വളരെ നേർങ്ങനെ മുറിച്ചത്. എനിക്ക് തന്നെ ഇഷ്ടം. ഉള്ളി കൂട്ടി. ഒന്നിക്കിലും അമ്മ ഇങ്ങനെ മുറിക്കുന്നത്, അല്ലെങ്കിൽ വില്ലത് അമ്മ മെഴുക്ക് വരട്ടിയാക്കുന്നില്ലേ അത്. അതിന്റെ ഇടയിലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. മെഴുക്ക് വരട്ടീന്റെ വലുത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിന്റെ കുറച്ച് വണ്ണത്തിന് മുറിക്കല്ലോ, ഇതിന്റെ 2-3 വണ്ണത്തില്. അതെനിക്ക് ഇഷ്ടമല്ല. ഇത് അമ്മ ഒരു ഉള്ളിലാ പോയിച്ചിന്. ഉള്ളിയാ? എനിക്ക് വേണ്ടിട്ട് സായിമ്മ ഇതാ മുളകിട്ട മീൻകറി കൊണ്ട് തന്നിട്ടുണ്ട്. സായിമ്മേന്റെ സ്പെഷ്യൽ മീൻ മുളകിട്ടത്. മുള്ളൻ. ചില ദിവസം ഉണ്ടല്ലോ നമ്മള് എന്തെല്ലോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക രാവിലെ തന്നെ. നല്ല എനർജറ്റിക് ആയിരിക്കും രാവിലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും മൊത്തം ഡള്ളാവും. ഭയങ്കര ക്ഷീണമെല്ലായിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ആനിവേഴ്സറി ആയിട്ട് തന്നെ ഇന്ന് മൊത്തം ഡള്ളായിപ്പോയി. നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് പിന്നെ എന്തോ ഭയങ്കര ക്ഷീണം. ഞാൻ പിന്നെ ഒരേ കടുത്തായിരുന്നു. കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ കണ്ണടച്ച് കിടന്ന് ഉറക്കം വരില്ല. നിച്ചു ഇല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നിച്ചു അടുത്തുണ്ടെങ്കിലും മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. അത് അങ്ങനത്തെ ഒരു മോശ സ്വഭാവം ഉണ്ട് എനിക്ക്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നിച്ചുട്ടി ഉണ്ടായിനെ. അപ്പൊ ഇന്നലെ നിച്ചു ഉറങ്ങുമ്പം ഒരു അരമണിക്കൂറൊന്നും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് രാത്രി ശിവരാത്രിയാണെന്നുണ്ടായിന്. തീരെ ഉറക്കം കിട്ടിയില്ല. 12:30-1 മണിയെല്ലാം കണ്ടിന്. പിന്നെ എപ്പോൾ ഉറങ്ങിപ്പോയെന്നറിയില്ല. അതുകൊണ്ട് ആ ഒരു ഹാങ് ഓവറും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നെന്തോ ഭയങ്കര ക്ഷീണമുള്ളൊരു ദിവസമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചോറ് കഴിച്ചു. ചോറിനൊന്നും ഇന്നും എന്തോ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല. വായിക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. കുറച്ച് പേരിന് അമ്മ മാങ്ങാപ്പരക്കാക്കിയനല്ല, അതിൻ്റെ ഒരു പുളിയും അതെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ചോറെടുത്ത് കഴിച്ച്. ഇപ്പം 3 മണിയാവാനായി. സമയം നിച്ചൂട്ടി വരാനായി. ആ കുറേ നേരം കിടന്നു പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല. ഒരു ദിവസം ഇതാന്ന് പറഞ്ഞിട്ട് പോകും. ഇന്നൊന്നും നടന്നിട്ടില്ല. പ്രിപ്പറേഷനും ക്ലാസ് എടുക്കലും ഒന്നും നടന്നിട്ടില്ല. ഇന്ന് ഇടാൻ മത്സരമുണ്ട്. ഒരു ക്ലാസ് ഉണ്ട്. നാളത്തേക്ക് വേണം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് ഇന്ന്. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നിച്ചു വരുമ്പോഴേക്കും ഒന്ന് കുറച്ച് എനർജറ്റിക് ആവണം. ഒന്ന് എണീച്ച് ഞാൻ മുഖെല്ലാം കഴുകി സെറ്റ് ആവട്ടെ. എടുത്തന്നെ അമ്മേന്റെ സ്പെഷ്യൽ സർപ്രൈസ് നിച്ചോട്ടി വരുമ്പോഴേക്കും അമ്മ ഇത് വേമിസല്ലി പായസം മിക്സ് അന്നേ മേടിച്ചു തന്നെ. നിച്ചുവിന് ഇഷ്ടമാണ്. അപ്പൊ കുറച്ച് ആക്കാം, ഇടക്കിടക്ക് ആക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഏതായാലും ആനിവേഴ്സറി ആയതുകൊണ്ട് സർപ്രൈസ് ആയിക്കോട്ടെ. നാച്ചച്ചൻ കുറെ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിച്ചൂട്ടിക്ക് ഇന്നത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് നിച്ചൂട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. നിച്ചുവിന് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും സ്ട്രോബെറി വേണമെന്നുള്ളത്. അപ്പോൾ സീസൺ ആകുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ ഇന്ന് കണ്ണൂർ പോയപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ ബ്ലൂബെറി വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലൂബെറി നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നിച്ചു ഒന്നേ വേണമെന്ന് പറയും. കാർട്ടൂണിലെല്ലാം കാണുമല്ലോ പിള്ളേർ, അന്നേരമാണ് ഓരോന്ന് വേണമെന്ന് പറയുക. അപ്പോൾ പക്ഷേ ഡ്രൈ ബ്ലൂബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പച്ച ബ്ലൂബെറി കിട്ടിയിട്ടില്ല. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ കിവി നിച്ചുവിന് ഇഷ്ടമാണ്. പിന്നെ ഡ്രൈ സ്ട്രോബെറി ഉണ്ടല്ലോ, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന്, അതും മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് നിച്ചുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ നിച്ചൂട്ടി വരുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ബ്ലൂബെറി സ്ട്രോബെറി എല്ലാം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വെക്കുവേ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കും. എന്നിട്ട് വേറെ വെള്ളത്തിലും കൂടെ കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെ ഇതിനൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടെല്ലായിരിക്കുമല്ലേ വരുന്നുണ്ടാവുക. നമ്മളെ നാട്ടിലൊന്നും അത്ര സുലഭമായിട്ട് കിട്ടാത്ത സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെല്ലാം ആക്കിയിട്ട് നിച്ചൂട്ടിക്ക് കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കും ഈ ഫ്രൂട്ട്സ് എല്ലാം പുതിയ ഫ്രൂട്ട്സ് കഴിക്കാനും ഇതാക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടെല്ലാം ഇപ്പോൾ ബ്ലൂബെറി കഴിക്കണം എന്ന് എനിക്കും
പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും ഇന്ന് നടന്നു. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഏകദേശം നമ്മളെ നാട്ടിൽ കോമൺലി കാണുന്നതെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഈ സ്ട്രോബെറി എങ്ങനെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം. എനിക്കറിയില്ല. അത് പുറത്ത് വെച്ച് കഴിഞ്ഞാലും കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ചിങ്ങനെ ബ്ലീ ആവും, ഫ്രിഡ്ജിൽ വെച്ചാലും ഇങ്ങനെ ഞെങ്ങുന്ന പോലെ ആവുന്ന കാണാം. അതെങ്ങനെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നിച്ചൂട്ടി എത്തിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇങ്ങനെ കൊതിയാവട്ടെ ശരിക്കും പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങനെ കാത്തുക്കും മോള് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. ഈ യൂണിഫോമിലിട്ടിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു മക്കളെ പണ്ടേ അത് ഇപ്പം നിച്ചൂട്ടി ഇടാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മോളും വന്നപാട് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. ഞാനിപ്പോൾ കൂട്ടാൻ പോകുന്നില്ലല്ലോ, അവിടെ എപ്പം വന്നപാട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വർത്താനെല്ലാം പറയാൻ തുടങ്ങും, വിശേഷങ്ങളെല്ലാം പറയാൻ തുടങ്ങും. അതെല്ലാം എപ്പോഴും ഉള്ള ശീലമാണ് കേട്ടോ. അതെല്ലാം സാധാരണ അച്ഛനും അമ്മയും എല്ലാവരും മുറ്റത്ത് വന്ന് നിൽക്കലുണ്ട് ഓള് വരുന്ന സമയത്ത്. ഇപ്പം രണ്ടാളും ഓരോ പടിയിലായതുകൊണ്ട് അകത്ത് ആണുള്ളത്. ഉടുപ്പ് മാറ്റി വാ. എടെ പോന്ന് വാ. എന്നാ തപ്പുന്നേ എന്നാന്ന് ആ എടുത്തു തന്നല്ല, അത് കഴുകിയിട്ടില്ല. അമ്മ തീരം കഴുകിയിട്ട് വാ. കളിപ്പിച്ചേ ഒരാള് സർപ്രൈസ് തന്നാൻ ഓടി വരുന്നുണ്ടേ. Nichu's favorite. Yummy? ഇഷ്ടായിനാ? ബ്ലൂബെറിന്റെ ടേസ്റ്റ് നോക്ക്. ഇവിടെ ഇരിക്കും. ഇഷ്ടായിനടാ? കുറേ സംഭവങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെ എന്നിട്ട് കഴിക്കാനും എല്ലാം തുടങ്ങിയത്. കഴിക്കാനെന്നല്ല, ആ ഒരു സമയത്തെല്ലാം നമ്മുടെ ഉള്ളോട്ടുള്ള നാട്ടിലൊന്നും കാണാത്ത സംഭവങ്ങൾ ഇവിടെയെല്ലാം പണ്ടേ യൂസ് ചെയ്യുന്നു. ഈവൺ ഒരു ഗരം മസാലപ്പൊടി എന്ന് വിചാരിച്ചോ, അതൊന്നും എൻ്റെ വീട്ടിലൊന്നും നമ്മൾ തീരെ യൂസ് ചെയ്യുന്നുണ്ടായിട്ടില്ല. അങ്ങനത്തെ ആവശ്യമില്ല. നാട്ടിൻ പുറത്തൊന്നും നമ്മൾ അങ്ങനെ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം പിന്നെ എല്ലാവരും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയല്ല. ആ സമയത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ എല്ലാം പണ്ടേ യൂസ് ചെയ്യലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുക, ഇടയ്ക്കിടയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുക. നെയ്ച്ചോറ് അരി എപ്പോഴും സ്റ്റോക്കായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെയെല്ലാം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ടായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഞാൻ ആദ്യമായിട്ട് അത് കഴിച്ചെന്നുള്ളതെല്ലാം. അപ്പോൾ സ്ട്രോബെറിയും ഇത്ര കോമൺ ആയിട്ട് കഴിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നേ പിന്നെ. ഞാൻ അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് കഴിക്കാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞാൽ പിന്നെയാണ്. കണ്ണൂർ നല്ലോണം കിട്ടുമല്ലോ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അത് കിട്ടൂല. അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്ലൂബെറി ഇന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല കുഞ്ഞതായിട്ടുള്ളത് കുറച്ച് പുളിപ്പുണ്ട്, കുറച്ച് വലിയ സൈസിലുള്ളത് കുറച്ച് മധുരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊരു നല്ല ഇഷ്ടമായിട്ടുണ്ട്. രാത്രിക്ക് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും എൻ്റെ മക്കളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്നും പറഞ്ഞിട്ട് അമ്മ ഇതാ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ നോൺ വെജ് ഒന്നും കഴിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും പാവം അച്ഛൻ ചിക്കൻ മേടിച്ചിട്ട് നമ്മളോട് പറയാണ്ട് സർപ്രൈസായിട്ട് ആക്കാൻ വേണ്ടി നിന്നതാണ്. എന്നിട്ട് ഇതാ ഒറ്റയ്ക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഈ സമയത്ത് നമ്മൾ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്ത് അത് കണ്ടുപിടിച്ച് ആക്കി നമ്മൾ കഴിക്കുമ്പം ആ കഴിക്കാൻ തോന്നൂലല്ലോ. പൊതുവേ അങ്ങനെയുണ്ട്. പിന്നെ ഈ പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചല്ലോ. പക്ഷെ അമ്മ സ്വന്തം തന്നെ ആക്കിയിട്ട് ഇങ്ങനെ തരുമ്പം നമ്മൾ അമ്മ ആക്കി തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിക്കുമല്ലോ. അങ്ങനെ കുറച്ച് കഴിച്ചു കേട്ടോ. അതാണ് രാത്രി ഉണ്ടായത്. പക്ഷെ എനിക്ക് ഗ്യാസ് കയറിയിട്ട് അധികം കഴിക്കാൻ പറ്റിയില്ല രാത്രി. അപ്പോൾ ആദ്യം തന്നെ വെഡിങ് ഡേ മെമ്മറീസ് എല്ലാം ഷെയർ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റക്കായി പോയി. ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അന്ന്. ചില ദിവസം നമുക്ക് ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കുമല്ലോ. അന്നത്തെ ദിവസം രാത്രി ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ചത്ത പോലെ കിടന്നുറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം
എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു ഇന്ന്. നമ്മളെ ഹെൽത്ത് സിസ്റ്റർ വന്നിട്ട് നമ്മളെ ഗർഭിണികളെ പ്രഷർ കൂടുതൽ നോക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ പോവാനുണ്ടായി. പോയി പിന്നെ നിച്ചൂട്ടിക്ക് ശിശുദിനത്തിന് വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോകണം. അപ്പൊ ഓൾറെഡി ഒരു ടോപ്പ് ഉണ്ട്, അതിനൊരു പാന്റ് മേടിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ പഞ്ചായത്തെല്ലാം പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ മൊത്തത്തില് ഇപ്പൊ ഇവിടെ പോകുമ്പോ എല്ലാം ഭയങ്കര ക്ഷീണമാണ്, നല്ലോണം ടയേർഡായി പോകുന്നു, അങ്ങനത്തെ എല്ലാം അവസ്ഥയിലാന്നുള്ളത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തായാലും ആദ്യം പറഞ്ഞതല്ലേ, അപ്പോ ആ മെമ്മറീസ് ഒക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കുറെ പേര് ചോദിക്കലും ഉണ്ട് കേട്ടോ, Q&A ചെയ്യാൻ വേണ്ടി കുറെ പേര് പറയുന്നുണ്ട്. അതിലോ ക്വസ്റ്റ്യൻസ് പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടും എല്ലാം ഓരോ കമന്റ് ആയിട്ട് വരുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പം Q&A നോക്കട്ടെ. ഒരു പണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ട് ആ Q&A ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്താന്ന് വെച്ചാല് അതിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം പ്രഗ്നൻസി പ്ലാനിങ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കുറച്ച് കഴിഞ്ഞ് അടുത്ത മാസമാണ് ഞാൻ പ്രഗ്നന്റ് ആയതും. അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യന് ഉത്തരം ആ സമയത്ത് പറയേണ്ട ഇല്ലല്ലോ, ആവശ്യമില്ലല്ലോ. മിക്കവാറും അതേ ക്വസ്റ്റ്യനാ ചോദിച്ചിട്ടുണ്ടായി. അതുകൊണ്ടാണ് പിന്നെ ആ Q&A ചെയ്യാന്. അപ്പൊ നമുക്ക് ഇനിയിപ്പം 3 months കഴിഞ്ഞല്ലോ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോക്കട്ടെ. ഏട്ടനെയും കൂട്ടിട്ട് ഏട്ടന്റെ കൂടെ ഒരു Q&A ചെയ്യാം. Q&A വിത്ത് ഹസ്ബൻഡ് കുറെ അതിൽ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ഇടാട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ വെഡിങ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. എനിക്ക് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ആയിരുന്നു. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അമ്മ മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം ഉണ്ടായത്. അപ്പൊ എല്ലാവർക്കും കല്യാണം കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഫേസ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഒരു 2 കാലഘട്ടം പോലെയാണ്. അമ്മ ഉണ്ടായ കാലഘട്ടം, അമ്മ ഇല്ലാത്ത കാലഘട്ടം, ആഫ്റ്റർ മാരേജ്. അപ്പൊ ആ ഒരു അമ്മ പോയിട്ടുള്ള ആ ഒരു 5 മാസം എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അമ്മ ഇല്ലാണ്ട് ആടെ വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും പറ്റുന്നേ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിന്, പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പകലൊന്നും കുഴപ്പമില്ല, പകലൊക്കെ അങ്ങനെ പോവും. രാത്രി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അപ്പൊ അതെല്ലാം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായത് എന്താന്ന് വെച്ചാല് കല്യാണം ഉറപ്പിച്ച് ഫിക്സ് ആയിട്ടല്ലേ അമ്മ പോയെ. അപ്പം കല്യാണം ഉണ്ടല്ലോ ആയല്ലോ എന്ന് വെച്ചാൽ ആ ഫാമിലിനെ നമുക്ക് അത്രയും ഇഷ്ടമുണ്ടായത്. ഇപ്പൊ ഏട്ടനായാലും അമ്മയായാലും അച്ഛനായാലും ഇവിടുത്തെ എല്ലാം അമ്മ കണ്ട് തൃപ്തിയായി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കല്യാണം ഉറപ്പിച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അമ്മ കണ്ട ആളെ തന്നെയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അച്ഛനൊറ്റക്കാണ് അവിടെ നിന്നുള്ളൊരു സങ്കടം ഉണ്ടായിനി. അത് മാത്രമേ ഒരു സങ്കടമായിട്ട് ഉണ്ടായിട്ടു അവിടെ. പിന്നെ ഇവിടെ വന്നപ്പം എൻറ്റയർലി മൊത്തം ഡിഫറെന്റ് ആയി. ഞാൻ മുന്നേ ജീവിച്ച പോലെയല്ല. മൊത്തം ഇവിടുത്തെ അച്ഛനും അമ്മയായാലും ഏട്ടനായാലും എല്ലാം നമ്മള് ഇടക്കിടയ്ക്ക് പുറത്തു പോകുന്നു. മൊത്തം ലൈഫ് മാറിയുന്ന അവിടെ പക്കാ നാട്ടുംപുറല്ലേ. ഇവിടെ ആകുമ്പോൾ കുറച്ച് ടൗൺ ആകുമ്പം കറങ്ങാൻ പോകുന്നു, അങ്ങനെ പോകുന്നു, പുറത്തു പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു. അങ്ങനത്തെ ഒരു ലൈഫേ അല്ല അതിന് മുന്നേ ഉണ്ടായത്. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. വെഡിങ് ഡേ ആയാലും ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായി, എന്നാലും ഭയങ്കര ഒരു മേജർ മിസ്സിംഗ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ഞാൻ എന്റെ ഏച്ചി ഉണ്ടായതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ രണ്ടാളും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായി. ഇതൊരു ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ ഇരുന്നത് കേട്ടോ. അന്നത്തെ മെമ്മറീസ്. പക്ഷെ പറഞ്ഞു എന്തെല്ലോ ആയിപ്പോവും. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ അന്ന് രാവിലെ എണീറ്റ് എന്നാ നമ്മള് ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നേരത്തെ വരണല്ലോ. പക്ഷെ ചേച്ചിക്ക് എന്റെ കൂടെ വരാൻ പറ്റിയിട്ട് എന്ന് വെച്ചാൽ വീട്ടില് ഒരാള്, നമ്മളെ വീട്ടിലത്തെ ആള് വേണല്ലോ ആൾക്കാരെല്ലാം വരുമ്പം സ്വീകരിക്കാനല്ലോ. ഇത് നമ്മളെ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടു കേട്ടോ. അത്ര ഒരു സമയമല്ലേ ആയിട്ടു. അതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ബന്ധുക്കൾ മാത്രമേ കല്യാണത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഒരു കുഞ്ഞു ബസ് വന്നു. ബാക്കി ഇവിടുന്നാണ് ബാക്കി ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് മൃദുല, പിന്നെ എന്റെ ആന്റി, അമ്മായി, ഇവരെല്ലാരും കൂടിയാണ് മേക്കപ്പിന് വന്നത്. അങ്ങനെ വന്ന് മേക്കപ്പ് എല്ലാം ചെയ്ത് അതിന് മുന്നേയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചേച്ചിയും കൂടെ പോയിട്ടാണ് കേട്ടോ ചെയ്ത. വീട്ടിലത്തെ എല്ലാ കല്യാണത്തിന്റെ തലേന്ന് വരെ ഞാൻ ചേച്ചി ക്ലീനിങ് ഒന്നുണ്ടായ, ഫുൾ അടിക്കലും തുടക്കലും. വേറെ ഒരാളെ നോക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ നോക്കിയിട്ട് ആളെ കിട്ടിയിട്ടില്ല. കല്യാണത്തിന്റെ തലേന്നല്ല, അതിന്റെ തലേന്ന്. അന്ന് ഫുള്ള് ശരിയാക്കി വെക്കണമല്ലോ. അടുത്ത ദിവസം ആകുമ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങുമല്ലോ. അപ്പൊ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ ചേച്ചിയും കൂടി എല്ലാം ചെയ്ത് എല്ലാരും വരുമ്പോഴേക്ക് എല്ലാം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നിട്ടില്ല. നമ്മളെല്ലാം സെറ്റ് ആക്കി വെച്ച്
പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായാലും എന്റെ ഫേഷ്യലൊക്കെ ചെയ്യാൻ മുടീന്റെ ഇത് എല്ലാം എടുക്കാനെല്ലാം നമ്മൾ രണ്ടാളും തന്നെയാണ് പോയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായത് കേട്ടോ. വേറെ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പണ്ടത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് ഈ കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് അത് നടന്നു. ആ ഒരു അമ്മ പോയതിനു ശേഷമുള്ള സമയമാണ് എനിക്ക് ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നോ അതൊന്നും വീട്ടിൽ പറയാനോ പ്രസന്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കൂല വീട്ടുകാര്. ആ സമയത്ത് സപ്പോർട്ടിനും ആരുണ്ടാവും ഒന്നും അറിയില്ല, എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. അപ്പൊ അതിന് മുന്നേ എല്ലാം സെറ്റാക്കി ഡേറ്റ് അടക്കം അമ്മയാണ് ഫാസ്റ്റ് ആക്കിയിട്ട് എൻഗേജ്മെന്റ് വേഗം നടത്തണം, കല്യാണത്തിന്റെ ഡേറ്റ് വേഗം നടത്തണം, കുറിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് സ്പീഡ് ആക്കിയിട്ട് എല്ലാം സെറ്റാക്കിയത്. ആ സമയത്ത് ഒരു നമ്മുടെ മനസ്സിലൊരു എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം എന്നല്ല, ഒരു ചലഞ്ച് ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മളായിട്ട് സെലക്ട് ചെയ്ത ഒരു കല്യാണമാണ്, നമ്മൾ മുൻകൈ എടുത്ത് ആക്കിയ ഒരു കല്യാണം ആയതുകൊണ്ട് അത് സക്സസ് ആണ്, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തത് ബെസ്റ്റ് ആണ് എന്നുള്ളത് എല്ലാവരുടെ മുന്നിലും പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു വാശിയായിരുന്നു ആ സമയത്ത്. അപ്പം പല ആൾക്കാരും നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ തന്നെ കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ട്, ഓളായിട്ട് സെലക്ട് ചെയ്ത് ഇതാക്കി. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളായാലും ചിലപ്പോൾ ഉള്ളിൽ വലിയ ഇന്റിമസി ഒന്നും ഇല്ലാത്ത കുറെ ആൾക്കാർ എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാവില്ലേ. അപ്പം അവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ ഞാനായിട്ട് സെലക്ട് ചെയ്തത് എനിക്ക് സക്സസ് ആണ്, അത് ബെസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് ഇപ്പൊ ഒരു 6 വർഷമായിട്ടുണ്ട്. ആ ഒരു 6 വർഷം എടുക്കേണ്ടി വന്നിട്ടില്ല, ഒരു കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി, ഓള് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ബെസ്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ബെസ്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ലൈഫിൽ ഞാനൊരു അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. അധികം പറഞ്ഞ് ചളാക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ ബെഗിഡാവും. എന്റെ വെറും ബെഗിഡ് സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും പറയായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്നാൽ അത് മര്യാദക്ക് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും എന്റെ വൃത്തിയായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്റെ ഒരു സ്വഭാവം. അതെന്താ പറയാൻ പറ്റാത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരാളെ സ്വഭാവം ഓരോ പോലെ ആയിരിക്കൂലേ, അതങ്ങനെ ആയിപ്പോയി. അപ്പൊ കല്യാണത്തിന് നോക്കുവാണെങ്കിൽ സാരിയൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. അതൊക്കെ നമ്മള് മുന്നേ എനിക്ക് ഇപ്പൊ തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മൾ വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്തുള്ള കല്യാണത്തിന്റെ ഓരോ സ്റ്റെപ്പും എല്ലാവരും വ്ളോഗ് അയച്ചാലും ഇടുന്ന് കാണുമ്പോൾ അയ്യോ ആ സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് കേട്ടാ. പക്ഷെ അന്നേരൊന്നും അറിയുന്നുമില്ല, അങ്ങനെ യൂട്യൂബിലൊന്നും അധികം വീഡിയോസ് ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒന്നും അധികം ഇടാറുമില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്നും ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. അപ്പൊ സാരിയൊക്കെ എടുത്തു, ഓർണമെന്റ്സ് എടുക്കാൻ പോയി, എല്ലാം ഇങ്ങനെ നടന്ന്. പക്ഷെ അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ആയിട്ട് ഇതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ കല്യാണത്തിന് അങ്ങനെ ഒരുങ്ങണം ഇങ്ങനെ ഒരുങ്ങണം മേക്കപ്പ് അങ്ങനെ അധികം ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ ഒരു സമയം കുറച്ച് മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു സങ്കടമുള്ള ഫേസും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ ആലോചിക്കും അയ്യോ അന്ന് കുറച്ചും കൂടെ നന്നായിട്ട് ഒരുങ്ങായിരുന്നു, അത് അങ്ങനെ ചെയ്യായിരുന്നു ഇതെങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഒന്നിങ്ങനെ നടത്തി, ഒരു മേക്കപ്പ് ആയാലും എല്ലാം അധികം അഭിപ്രായം പറയാനോ ഒന്നും നിന്നിട്ടില്ല. അതിന്റെ രീതിക്ക് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഗോൾഡ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോഴായാലും ഞാനും അച്ഛനും ഏച്ചിയായിട്ടൊരു പ്രൊമോട്ടനും എല്ലാം കൂടെ പോയിട്ടാണ് അതിൽ സെലക്ട് ചെയ്തത്. അതിന് ജസ്റ്റ് പോയി ഞാൻ അച്ഛൻ എന്താണോ പറയുന്നത് എങ്ങനെയാണോ പറഞ്ഞ് അതിനനുസരിച്ചിട്ട് എടുത്തു. ഡിസൈൻ മാത്രം ഞാനും ഏച്ചിയും കൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്തു. ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ അച്ഛനടുത്ത് ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഗോൾഡ് എടുത്തതിനെ കൊണ്ട് അല്ലെങ്കിൽ എന്നാന്ന് എന്റെ കല്യാണം നടത്തിയതിനെ കൊണ്ട് അച്ഛൻ ഒരിക്കലും കടം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോൺ എടുത്തിട്ടും അങ്ങനെയൊന്നും എന്റെ കല്യാണം നടത്തണ്ട, അച്ഛൻ എന്താണോ പറ്റുക അതുപോലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. ആ ഒരു കടമൊന്നും ഇല്ലാണ്ട് അച്ഛനെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ആയിട്ട് കല്യാണം നടത്തി തന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ, ഫാമിലിനെ പറ്റി അന്വേഷിച്ചിട്ടും അതെല്ലാം. എന്നാലും കുറച്ച് അകത്തിലെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും പിന്നീട് അവർക്കൊക്കെ മനസ്സിലായി കുഴപ്പമൊന്നുമില്ല, ഇത് അടിപൊളിയാണെന്നുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയി, ലൈഫ് മൊത്തം മാറി. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഞാൻ ഇടക്കിടക്ക് ആ വീട്ടിലേക്ക് പോകും. ഇടക്കിടക്കെന്നല്ല, ആഴ്ചയിൽ ഞാനും ചേച്ചിയും മാറിയിട്ടാണ് നിന്നോണ്ടിരുന്നത്. അച്ഛൻ വീട്ടിൽ ഒറ്റക്കല്ലേ ഉണ്ടായിട്ടു. അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അച്ഛനപ്പം വർക്കിംഗ് ആണല്ലോ. അപ്പം 2 ദിവസം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും ആഴ്ചയില്, ബാക്കി 5 ദിവസവും 2 ദിവസം ചേച്ചി നിൽക്കും, 3 ദിവസം ഞാൻ നിൽക്കും, അല്ലെങ്കിൽ 3 ദിവസം ഞാൻ നിൽക്കും, 2 ദിവസം ചേച്ചി നിൽക്കും. അങ്ങനെ നമ്മൾ മാറി 1 ദിവസം പോലും അച്ഛൻ ഒറ്റക്കാക്കിയിട്ടില്ല. അങ്ങനെ മാറി നിന്ന് എന്തമ്മ വരുന്നവരെ നമ്മള് അച്ഛനെ കൂടെ തന്നെ ഉണ്ടായി. അപ്പൊ വെഡിങ് ഡേ മെമ്മറീസ് ഒക്കെ ആലോചിക്കുമ്പം
കുറെ സന്തോഷമുള്ള കാര്യങ്ങൾ മനസ്സിൽ വരുമെങ്കിലും കൂടുതലായിട്ട് എപ്പോഴും പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് സങ്കടമായിട്ടുള്ള ഇതിലേക്ക് മാറും. അതുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആ വയ്യാത്ത ദിവസം എനിക്കിതൊന്നും പറയാൻ പറ്റാനായിട്ട്. പിന്നെ ഏതായാലും ഞാൻ പറയുകയും ചെയ്തു, മെമ്മറീസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ റിലാക്സ്ഡ് ആയിട്ട് അടുത്ത ദിവസം എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം ഭയങ്കര ഡിലേ ആയിട്ടാണ് നമ്മൾ വീഡിയോസ് എല്ലാം ഇടുന്നത്. ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒന്നും ചെയ്യുന്നുമില്ല കാര്യമായിട്ട്. അങ്ങനെ ഒരു നിങ്ങൾ കുറച്ച് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാ, കുറച്ച് കമന്റ്സ് എല്ലാം ആയിട്ട് എഴുതിയിട്ട് എന്തെങ്കിലും കണ്ടാലെല്ലാം പറഞ്ഞതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറച്ചും കൂടെ ആവും. പിന്നെ നമ്മൾ മൈൽ സ്റ്റോൺ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ അത് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എനർജറ്റിക് ആയിരിക്കും. എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഹാപ്പി ആയിരിക്കും പഠിപ്പിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എക്സാം വരാൻ പോകുമ്പോൾ ഈ ഒരു സമയത്ത് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്കും ഒരു ഉപകാരമായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതും ഇതും എല്ലാം കൂടെ മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി പോകുന്നുണ്ട്. അതാണ് നമ്മളെ വീഡിയോസ് നല്ലോണം ഡിലേ ആവുന്നത്. ഇനി എന്തായാലും Q&A ചെയ്യുക, അടുത്തൊരു പോസ്റ്റർ ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ